ഇവിടെ? അത് എനിക്ക് നിന്നോടടി ചോദിക്കാനുള്ളത്. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാ. നവീനും ഞാനും ഇന്നിവിടെ പൂജ നടത്താൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അതേ ദിവസം തന്നെ നിനക്കും ഇവിടെ വന്ന് തൊഴണം അല്ലേ? നിങ്ങളിവിടെ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ദേ, എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കരുത്. ഇപ്പൊ രണ്ടുപേരും കൂടെ കേറിയിരുന്ന് മൂക്കുമുട്ടെ തിന്നല്ലോ. ആ അന്നദാനം നടത്തിയതേ ഞാനും നവീനും കൂടി ആയിരുന്നെന്ന് അറിയില്ലായിരുന്നോടി നിനക്ക്? സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഗാഥ. ഞങ്ങളിവിടെ വന്നത് വേറൊരു അവസ്ഥയിലാ. ഓ, എന്തവസ്ഥ! എന്റെ ജീവിതം തകർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ എന്നും നീ പറയാറുള്ള കാര്യ വേറൊരവസ്ഥ വേറൊരവസ്ഥ എന്ന്. എന്താടി നിന്റെ ഉദ്ദേശം? ഞങ്ങളെ തമ്മിൽ എങ്ങനെയും പിരിക്കണം എന്നല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇന്നലെ രാത്രി ഒരു അഭയവും ഇല്ലാതെ ഇവിടെ നാഗത്തറ വന്ന് കിടന്നതാ ഞങ്ങള്. ഇവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. ഇങ്ങനൊരു വരവുണ്ടാവുമെന്ന് കരുതിയില്ല. എങ്കിൽ ഞങ്ങൾ നിൽക്കില്ലായിരുന്നു. കാണാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അമ്മയും മോളും കൂടെ ഇവിടുന്ന് പോവാൻ നോക്ക്. നവീന്റെ കണ്ണിൽ എങ്ങാനും പെട്ടാലുണ്ടല്ലോ. പറയുന്നതൊന്ന് കേക്കണം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ ഞാൻ. ആ കഷ്ടപ്പാടിന്റെ കണക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നവീൻ എന്നോട് പറയാറുണ്ട്. നോണില്ലാത്തവള്. സമയം കിട്ടിയ നീ അവനോടൊപ്പം അനാവശ്യം പറയരുത്. എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കില്ല. നീ എന്റെ അടുത്ത് കൈ ചൂണ്ടും അല്ലടി? കൈ താക്കടി. അതെ, എന്റെ മോളുടെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അമ്മയും മോളും കളിക്കുന്ന ഈ കളിയൊക്കെ വിളിച്ചു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മോളെ, നമുക്കിനി ഇവിടെ നിൽക്കണ്ടേ? ഇവരുടെ അഹങ്കാരം കാണേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. വാ.